Hi everyone, welcome to Alma Vibes Grammar Class Day 5. ഇന്ന് നമുക്ക് സബ്ജക്റ്റ് വേർബ് കോൺകോർഡ് എന്താണെന്ന് നോക്കാം. എന്താണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ്? Subject verb agreement is a grammatical rule that the verb in a sentence must match the subject in number, that is singular or plural. സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്രമാറ്റിക്കൽ റൂളാണ്. ഒരു സെൻറ്റൻസിലെ വേർബും ആ സെൻറ്റൻസിലെ സബ്ജക്റ്റും തമ്മിൽ ഉള്ള എഗ്രിമെൻറ്റ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കണം. ഇഫ് ദ സബ്ജക്റ്റ് ഇസ് പ്ലൂറൽ, വേർബ് ഷുഡ് ബി പ്ലൂറൽ. ഇതെങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ, ഹീ ഗോസ് ടു സ്കൂൾ എവ്രി ഡേ. ഹീ ഈസ് ദ സബ്ജക്റ്റ്. സബ്ജക്റ്റ് ഇവിടെ സിംഗുലർ ആണ്, ഒരെണ്ണമേ ഉള്ളൂ. അതുകൊണ്ട് ഗോസ് എന്ന സിംഗുലർ വേർബ് യൂസ് ചെയ്യുന്നു. ദേ ഗോ ടു സ്കൂൾ എവ്രി ഡേ. ദേ ഈസ് പ്ലൂറൽ, സോ വി ഹാവ് ടു യൂസ് ഗോ. ഗോ പ്ലൂറൽ വേർബാണ്. ഇവിടെ ഗോ പ്ലൂറലും ഗോസ് സിംഗുലറുമാണ്. അതുപോലെ തന്നെ ഡു പ്ലൂറൽ, ഡസ് സിംഗുലർ ഫോം. മോർ എക്സാമ്പിൾസ്. ലീല വർക്ക്സ് ഹാർഡ്. വി വർക്ക് ഹാർഡ്. ലീല ഈസ് സിംഗുലർ, അതുകൊണ്ട് വർക്ക്സ്. വി പ്ലൂറൽ ആയതുകൊണ്ട് വർക്ക്. ദ ഡോഗ് ബാർക്സ്. ദ ഡോഗ് ഈസ് സിംഗുലർ. ഡോഗ്സ് ബാർക്ക്. ഡോഗ്സ് എന്ന് പറയുന്നത് പ്ലൂറലാണ്. ഇതിൽ കുറച്ച് വേരിയേഷൻസും എക്സെപ്ഷണൽ കേസസും ഒക്കെ ഉണ്ട്. നമ്മൾ നോർമലി വരുന്ന സബ്ജക്റ്റും വേർബും തമ്മിലുള്ള എഗ്രിമെൻ്റ് അല്ലാത്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒക്കേഷൻസ് ഉണ്ട്, നോക്കാം. കോമ്പൗണ്ട് സബ്ജക്ട്സ് വിത്ത് ആൻഡ് യൂഷ്വലി ടേക്സ് എ പ്ലൂറൽ വേർബ്. എക്സാമ്പിൾ, രാം ആൻഡ് ശ്യാം ആർ ഫ്രണ്ട്സ്. ഇവിടെ രാം സിംഗുലർ ആണ്, ശ്യാം സിംഗുലർ ആണ്. പക്ഷേ രണ്ടും കൂടെ ചേരുമ്പോൾ അത് പ്ലൂറൽ കേസായിട്ട് കണക്കാക്കിയിട്ട് ആൻഡ് യൂസ് ചെയ്യുന്നു. വെൻ യൂസിങ് എയ്തർ ഓർ നെയ്തർ നോർ. ഇത് രണ്ട് സ്ട്രക്ചേഴ്സാണ് ഇംഗ്ലീഷിൽ. എയ്തർ ഓർ അല്ലെങ്കിൽ നെയ്തർ നോർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സബ്ജക്റ്റ് വേർബിൻ്റെ അടുത്ത് കിടക്കുന്നത് ഏത് സബ്ജക്റ്റാണോ ആ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നതനുസരിച്ചാണ് ആൻസർ എഴുതേണ്ടത്. That means either the teachers or the principal is denoting. ഇവിടെ ടീച്ചേഴ്സ് പ്ലൂറൽ ആണ്, നോക്കണ്ട. പ്രിൻസിപ്പൽ സിംഗുലർ ആണ്, അതനുസരിച്ചാണ് അവിടെ ഈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്. ഡെഫിനിറ്റ് ആയിട്ട് പെർട്ടിക്കുലർ ആയിട്ട് പറയാത്ത പ്രോനൗൺസ് ഉണ്ട്. അതാണ് എവ്രി വൺ, ഈച്ച്, എവ്രി, എനി വൺ. ഇതുപോലത്തെ വേർബ്സിൻ്റെ കൂടെ, ഇതുപോലത്തെ പ്രൊനൗൺസിൻ്റെ കൂടെ സിംഗുലർ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. എവ്രി വൺ ഇൻ ദ ക്ലാസ് ഈസ് പ്രസൻറ്റ്. ഒരിക്കലും ആറ് വരില്ല, ഈസ് വരും. നെക്സ്റ്റ് വൺ, നൗൺസ് ലൈക്ക് ന്യൂസ്, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, മീസിൽസ് ആൻഡ് എത്തിക്സ്. ഇതെല്ലാം പ്ലൂറൽ പോലെ തോന്നാറുണ്ട്, പക്ഷേ അത് സിംഗുലറായിട്ട് ട്രീറ്റ് ചെയ്യണം. സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. മാത്തമാറ്റിക്സ് ഈസ് എ ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ഫോർ മെനി സ്റ്റുഡൻസ്. ഇവിടെ ഈസ് എന്ന സിംഗുലർ വേർബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, when a plural number applies to distance, weight, height, or amount of money, it is taken as a whole and is therefore treated as a singular verb. ഇവിടെ ഡിസ്റ്റൻസോ വെയ്റ്റോ ഹൈറ്റോ അല്ലെങ്കിൽ മണിയുടെ എമൗണ്ടോ ആണെങ്കിൽ അതൊരു ഫുൾ ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ സിംഗുലർ വേർബ് യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, 1000 miles is a long distance. 1000 miles ഉള്ളതുകൊണ്ട് അത് ആറാണെന്ന് തെറ്റിദ്ധരിക്കരുത്, അവിടെ ഈസ് ആണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, a pair of when applied to things like scissors, spectacles, shoes, trousers, where two components are always thought of together, takes a singular verb. ഇത് ശരിക്കും സ്പെക്ടക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണമാണെങ്കിലും അത് രണ്ട് പോർഷൻ ആണല്ലോ. അതുപോലെ തന്നെയാണ് ഷൂസും ട്രൗസേഴ്സും ഒക്കെ. എക്സാമ്പിൾ നോക്കിക്കേ, എ പെയർ ഓഫ് സിസേഴ്സ് ഇസ് ലൈയിങ് ഓൺ ദി ടേബിൾ. അവിടെ ഈസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, സിംഗുലർ ആണ്. നെക്സ്റ്റ്, അൺകൗണ്ടബിൾ നൗൺസ് ലൈക്ക് ഫർണിച്ചർ, എക്യുപ്മെൻറ്റ്, സ്റ്റേഷനറി, ലഗേജ്, വെതർ ആൻഡ് അഡ്വൈസ് ആർ ടേക്കൺ ആസ് സിംഗുലർ ആൻഡ് യൂസ് സിംഗുലർ ഫോം. ഇതെല്ലാം സിംഗുലർ ആണ് യൂസ് ചെയ്യേണ്ടത്. വെൻ ദ സബ്ജക്റ്റ് ഹാസ് ദ ഫ്രേസ് വൺ ഓഫ് ഫോളോഡ് ബൈ എ പ്ലൂറൽ നൗൺ, ദ വേർബ് ഇസ് സിംഗുലർ. അതായത് ഒരു സബ്ജക്റ്റ്, ഓക്കെ, രുക്മിണി ഈസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്.
വൺ ഓഫ് മൈ കുറേ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, അതിൽ ഒന്ന് എന്ന് പറയുന്നതാണ് വൺ ഓഫ്. അവിടെ ഈസ് എന്ന സിംഗുലർ യൂസ് ചെയ്യുന്നു. താങ്ക് യു.